മക്കളെക്കാൾ അഭിമാനത്തിനല്ലേ അച്ഛൻ വില കൽപ്പിക്കുന്നത്. പക്ഷേ അച്ഛൻ ഒന്നോർത്തോ, ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ ഈ പരാക്രമം മുഴുവൻ നടത്തിയത്. എങ്കി അച്ഛൻ ഒന്നോർത്തോ, മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകനാണ് ഈ ശിവനെങ്കി അവരുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. എങ്കി നീ നടത്തി കാണിക്കടാ. എങ്കി നീ തന്റെ ഇടമുള്ള ചുണയുള്ള ആണാണെന്ന് ഞാൻ പറയും. നടത്താൻ തന്നെ പോകുന്നത്. മക്കൾക്ക് നേരെ ആയുധവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കല്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ അച്ഛനെ ഒന്ന് തടയേ. ഈ ശിവൻ ആരാണെന്ന് ആ നിമിഷം അച്ഛനും അറിയും, അച്ഛന്റെ ഗുണ്ടാപ്പടകളും അറിയും. മാണിക്കോത്ത് മഹേന്ദ്രന്റെ മകൻ ശിവൻ തന്നെയായി പറയുന്നത്. ശിവ 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 നിക്ക് മോനെ. ശിവ മഹേട്ടാ, അവൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, പക്ഷേ ഇനി ഞാൻ കാണിക്കും. മക്കളാണെന്നുള്ള വിചാരം ഞാൻ അങ്ങ് മറക്കും. എന്തൊക്കെയാ ഇത്? അയ്യോ ഈശ്വര. ശാലിനി, ഇങ്ങ വന്നേ. നീ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തു പറ്റി സത്യമ്മേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഈ പ്രായത്തില് എനിക്കിനി ഒന്നും പറ്റാനുമില്ല. പക്ഷേ അതുപോലല്ല നീ. കളക്ടറാണെന്നും പറഞ്ഞ് ഏത് പാതിരാത്രിയിലും എങ്ങനെ നടക്കാന്നാണോ? അങ്ങനെ നടക്കുന്നവരെ ഈ സമൂഹം ഏത് രീതിയിലെ കാണുന്നെന്ന് വല്ല ചിന്തയുണ്ടോ? ദേ, വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഈ പറയുന്നവരൊക്കെ വാ മൂടിക്കെട്ടാൻ അവന്റെ സാന്നിധ്യം ഒന്നു മാത്രം മതിയായിരുന്നു. സത്യമ്മേ, ചില അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോ രാത്രിയിൽ ഇറങ്ങി നടക്കേണ്ട ഒരു അത്യാവശ്യവും നമുക്ക് വേണ്ട. ഇനി ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോണം കൂടെ. കാലം വല്ലാത്ത കാലമല്ലേ. ജയിക്കാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാനൊന്ന് വീട് വരെ പോയതാ സത്യമ്മേ. അമ്മയ്ക്ക് തീരെ സുഖമില്ല. എന്തൊക്കെയോ പിച്ചും പെയ്യും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് എല്ലാം കൂടി തലയിൽ കെട്ടിവെച്ചിരിക്കുക.